ഇങ്ങനെ ഓരോന്ന് പറയണതല്ലേ എന്റെ റയ്യോ. ഷെബീർക്ക് ഇങ്ങനെ ഓരോന്ന് പറയണതല്ലേ വൈബാക്കുന്നല്ലേ. വലൈക്കും അസ്സലാം പയ്യേ. നീ എന്താ കഴിച്ചെന്ന്? ഇന്നും എനിക്ക് ചിക്കനും ചപ്പാത്തിയാണ്. ചിക്കൻ ഫ്രൈയും ചപ്പാത്തി. മുകളിലെ ആളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. താഴേക്ക് വരും. ഷെബീർ ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മുടെ റയ്യു കുട്ടി. ബി പി കുട്ടൻ എവിടെ പോയി? മിതുട്ടൻ എവിടെ പോയി? കാക്കു, മുകളിലുള്ളവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അതൊന്നും നോക്ക. ഒരു വഴിയില്ലടാ മിതുട്ട. ഒരു വഴിയില്ല. എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. എഗ് ബുർജി ദോശ. നേരത്തെ ഇവിടെ അണ്ടാ ബുർജി വന്നിരുന്നല്ലോ. അല്ല, എന്താണ്, എന്ത് ബുർജി ഇവിടെ വന്ന് നേരത്തെ? ഡോറ ബുജി, അണ്ടാ ബുർജി, ഡോറ ബുജി വന്നിരുന്നല്ലോ. അതിനെന്തേലും വഴി നമുക്ക് റിക്വസ്റ്റ് കൊടുക്കണം. ഇവിടെ വ്യൂസിന്റെ ലിസ്റ്റ് കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബില് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. നീതക്കുട്ടാ, അവരുടെ ഇതിലുണ്ടല്ലോ സജഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഞങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകളെ മുകളിൽ കാണാറുണ്ട്. പക്ഷെ ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല. അതുകൊണ്ട് ആരാണ് മുകളിൽ ഇരിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു മാർഗം നിങ്ങൾ എത്രയും ഇത്തൂസ് ഉറക്കത്തിട്ട് വന്നില്ലായിരുന്നു. ഇല്ലല്ല, സ്വാമി ഇന്നലെയും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു. നല്ല തിരക്കാണ്. ഇന്നലെ രാത്രി ഒരു വരലിപ്പെട്ട ടാസ്ക. ഉറക്കം വരും. ഞാനിന്ന് വേഗം ഉറങ്ങട്ടോ. 2 മണി 3 മണി വരെ ഇല്ല. ഇന്ന് 12:30 ആകുമ്പോഴേക്കും ഉറങ്ങും. 12:30 കൂടെ ഓഫ് ആവും. അപ്പൊ ഞാൻ ഉറങ്ങും. എല്ലാരും പോയിട്ടൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ് കാക്കു. അത് നല്ലൊരു ഇതാണ്. നമുക്ക് ആ ഒരു സജഷൻസ് കൊടുക്കണം. അത് നല്ലൊരു ഇതാണ്. ഓൺലി 8 days ലെഫ്റ്റ്. ഓൺലി 8 days ലെഫ്റ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ അറിയണം. മറ്റേ പൃഥ്വിരാജിന്റെ നാദിർഷാടൊക്കെ ഒരു പടത്തിൽ ഷെബീർ റയ്യാന വിളിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ചെല്ലുമ്പോ അവന്റെ അമ്മ ചോദിക്കണില്ലേ, ഇവനെ പ്രസവിച്ചത് ഞാനാണ്, ഫേസ്ബുക്ക് അല്ലാന്ന് പറയുന്നില്ല. അതുപോലെ പറയോ? പറയാതെ സർപ്രൈസ് ആയി കൊടുക്കാൻ സായിരുന്നു. അതെ അതെ, അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ചോദിച്ചതുപോലെ ആവോ? എല്ലാരോടും ഹായിക്കും. അതെ കേട്ടാ, എല്ലാരോടും ഹായിക്കും. എല്ലാരോടും ഹായിക്കും. റെയ്ഹു, അനക്ക് നാളെ പണി ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അത് നാളെ അല്ല, റെയ്ഹു ജോലി എന്താന്ന് പറഞ്ഞിരുന്നോ? ജോലിക്ക് പോകുന്നുണ്ട് പറഞ്ഞു. എവിടെയാ ജോലി, എന്താ ജോലി എന്നൊന്നും പറഞ്ഞില്ലല്ലോ റെയ്യോ. എടാ മിതുട്ട, എന്ത് നമ്മുടെ പിള്ളേരോടെ വീട്ടിൽ ഉറക്കം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇന്ന് നല്ല ടയേർഡാണ്, നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എവിടെയെങ്കിലും ഇന്ന് മഴ പെയ്ത? ഇന്ന് കുറെ സ്ഥലത്ത് മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എല്ലാവരും 30-ാം തീയതി സഹകരണം ലൈവ് നിർബന്ധമായും വരേണ്ടതാണ്. അതെ, ഒരു അറിയിപ്പാണ്. 30-ാം തീയതി നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ലൈവ് നടത്താനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവുമെന്നൊന്നും അറിയില്ല. അക്കൗണ്ടന്റ് ആയിട്ട് മാഷാല്ല, അക്കൗണ്ടന്റ് ആണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല. കാക്കു, ഷാനും മാമയുടെ വീട്ടിലാണ്. അവര് എന്താ പോണ്? അവരെന്താ പോണ്? മറ്റേ ഇതിന്റെ ഇന്നലെ പറഞ്ഞതിന്റെ അല്ലേ? യാത്ര സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയില് ഹജ്ജ് ഉണ്ടോ ഇല്ലേ, ക്യാൻസൽ ആക്കുന്നൊക്കെ കേട്ടിരുന്നു. എന്താ അവസ്ഥ എന്ന് പറഞ്ഞു. അക്കൗണ്ടന്റ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഒരാഘോഷമുണ്ട് ഇവിടെ, വമ്പിച്ച ആഘോഷമായി. അതെ, ആഘോഷത്തിമിർപ്പിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും 30-ാം തീയതി രാത്രി 10 മണിക്ക് നമ്മൾ നേരത്തെ ലൈവ് തുടങ്ങുന്നതായിരിക്കും. അല്ലെ? എന്താ അറിയോ, അന്ന് അതൊരു പ്രത്യേക ലൈവാണ്.
ഷെബീർ